ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ രക്ഷപ്പെടുക. ഏത് പ്രായക്കാരും ഏത് ജോലി ചെയ്യുന്നവരും ബിസിനസ് നടത്തുന്നവരാണേലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രക്ഷപ്പെടുക എന്നുള്ളത്. ഈ രക്ഷപ്പെടലിന് ചിലതൊക്കെ നാം ചെയ്യണം, ചിലതൊക്കെ നാം ചെയ്യരുത്. കൃത്യമായിട്ട് ഒരേ വചനത്തിൽ തന്നെ ഇങ്ങനെയാകാം, പക്ഷെ അത് മറ്റൊന്നിലേക്ക് നയിക്കരുത് എന്ന് കർത്താവ് കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സംഭവം ഞാൻ ഓർക്കാണ്. വളരെ സന്തോഷപ്രദമായ കുടുംബജീവിതം നയിച്ചിരുന്ന ദമ്പതിമാർ. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് ആ കുടുംബനാഥൻ്റെ സുഹൃത്തിന് എന്തോ ഒരാവശ്യം വന്നപ്പോൾ ഭാര്യയുടെ സ്വർണം ലോക്കറിൽ വെച്ചിരുന്നതാണ്. അവളോട് ചോദിക്കാതെ ഇപ്പോൾ പെട്ടെന്നൊന്ന് മറിച്ചിട്ട് അവൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് തിരിച്ച് മേടിച്ചങ്ങ് വെച്ചാൽ മതിയല്ലോ. ഭാര്യയോടൊന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കൊണ്ട് ആ സ്വർണ്ണം എടുത്ത് കൂട്ടുകാരന് കൊടുത്തു. ഇതിനുശേഷം എന്തോ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഭാര്യയ്ക്ക് അതൊന്നെടുത്ത് ഉപയോഗിക്കണം എന്ന് തോന്നി. ആവശ്യപ്പെട്ടു സ്വർണ്ണം എടുക്കാൻ. അപ്പോഴാണ് ആകപ്പാടെ കള്ളി പുറത്തു വന്നത്. കൂട്ടുകാരൻ പറഞ്ഞ സമയത്ത് അവൻ അത് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല. ഇനി ഇവളിങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ കള്ളി മൊത്തം പുറത്തായി. അവളോട് ചോദിക്കാതെ അവിടെ സ്വർണം എടുത്തു കൊടുത്തത്, ചോദിക്കാതെ കൊടുത്തതും ആ സ്വർണം കൊടുത്തതും രണ്ട് മിസ്റ്റേക്സാണ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതേ തുടർന്ന് അവിടെ വലിയ കോലാഹലമായി. അവരുടെ വിവാഹബന്ധം അതിന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉലച്ചിൽ വരികയും ചെയ്തു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നില്ലെങ്കിൽ, വിവേകപൂർവ്വം പെരുമാറുന്നില്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ വലിയ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിക്കാം എന്നുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വിജയം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ എപ്പോഴും ആ രക്ഷ പ്രാപിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ആദ്യമായിട്ട് നമുക്ക് വചന വഴി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതിലേതാനും വചനഭാഗങ്ങൾ നമുക്കെടുക്കാം. സുഭാഷിതങ്ങൾ 16:3, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വചനങ്ങൾ. ഈ രണ്ട് വചനങ്ങളും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് മനോഹരമായ ഒരു കോമ്പിനേഷൻ, വിജയം നൽകുന്ന, വിജയസാധ്യതയുള്ള ഒരു കോമ്പിനേഷൻ. അതാണ് മനുഷ്യപ്രയത്നം പ്ലസ് ദൈവാനുഗ്രഹം. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. മനുഷ്യൻ അധ്വാനിക്കണം, എന്നാൽ ഒപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്കുണ്ടാകണം. സുഭാഷിതങ്ങൾ 16:3 നമ്മൾ വായിക്കുന്നത്, നിൻ്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിൻ്റെ പദ്ധതി ഫലമണിയും. നാം അധ്വാനിക്കണം എന്നുള്ളത് ഒരു കാര്യം, ഈ അധ്വാനത്തോടൊപ്പം ദൈവാനുഗ്രഹവും വേണമെന്നുള്ളത് മറ്റൊരു കാര്യം. രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പുറപ്പാട് 17:8 മുതൽ വായിക്കുമ്പോൾ മോശ, അഹ്റോൻ, ഹൂർ 3 പേര് മലമുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുക. താഴെ ജോഷുവായും യുദ്ധവീരന്മാരും യുദ്ധം ചെയ്യുന്നു. യുദ്ധവീരന്മാർ മാത്രം മതിയായിരുന്നു ആ വിജയത്തിനെങ്കിൽ ഇവർ 3 പേരിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പ്രാർത്ഥിച്ചാലെല്ലാം നടക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ മറ്റവർ പോയി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇവിടെ നമ്മൾ കാണുന്നത് രണ്ടും ഒന്നിച്ചു വന്നപ്പോഴാണ് ഏറ്റവും നല്ല ഒരു കോമ്പിനേഷനായിട്ട് അത് മാറിയത്. യൂദാസ് മക്കബേയൂസ്, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ, അവരെങ്ങനെയാണ് നിക്കാനോറിനെതിരെ യുദ്ധം ചെയ്തത് എന്ന് 2 മക്കബായർ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 27-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴോ, കരങ്ങൾ കൊണ്ട് അവർ യുദ്ധം ചെയ്തു, ഹൃദയം ദൈവത്തോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയും അധ്വാനവും വളരെ മനോഹരമായിട്ട് അവിടെ സമ്മേളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നിക്കാനോറിനെ സൈന്യത്തെയും വളരെ എളുപ്പത്തിൽ അവർക്ക് പരാജയപ്പെടുത്താനായിട്ട് സാധിച്ചത്. അപ്പസ്തോല പ്രവർത്തനം 16:30-31 മറ്റൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരുപക്ഷേ ആദ്യം മറ്റു കുടുംബാംഗങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാകണമെന്നില്ല. വിശുദ്ധ മോനിക്ക പുണ്യവതി ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥിക്കാൻ, 5 അംഗ കുടുംബം. പക്ഷെ അവരൊരാൾ പ്രാർത്ഥിച്ച് ബാക്കി 4 പേരെയും ദൈവത്തിൽ എത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, യു ബിലീവ്, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ളത് കർത്താവ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ആത്മരക്ഷ മറന്ന് പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും നിങ്ങൾ മനസ്സ് വെക്കരുത്. ആത്മരക്ഷ മറക്കരുത്. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സകലം വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ മടുത്തു, ഞാൻ ഇനി ഈ ഒരു കാര്യത്തിനില്ല, അങ്ങനെ പറഞ്ഞ് ഈ പീഡ ഒഴിവാക്കാൻ വേണ്ടി എന്തു മാർഗവും സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. ഒരിക്കലും അത് ചെയ്യരുത് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. ഹെബ്രായ ലേഖനം 11:25 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, മോശ തിരഞ്ഞെടുത്തത് എന്തായിരുന്നു എന്നവിടെ കാണിക്കുന്നുണ്ട്. അവന് വേണമെങ്കിൽ ഫറവോയുടെ മകളുടെ മകനായി കൊട്ടാരത്തിൽ സുഖജീവിതം നയിക്കാമായിരുന്നു.
പക്ഷെ മോശ തിരഞ്ഞെടുത്ത അതല്ല. ദൈവജനത്തിൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ അവൻ തീരുമാനമെടുത്തു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വം, മരണാനന്തരം കിട്ടാനുള്ള പ്രതിഫലം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ സഹനങ്ങൾ വന്നാലും അവിടെ നമ്മൾ പരാജയപ്പെടാതെ അതെടുത്ത് മുമ്പോട്ട് പോകാനുള്ള ഒരാത്മീയ കരുത്ത് നമുക്കുണ്ടാവും. ഇത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു 10 കാര്യങ്ങൾ. ഇനി ഈ 10 കാര്യങ്ങളിൽ നമ്മൾ കാണുന്നു, ഇത് ചെയ്യുമ്പോൾ ചിലതാകാം, ചിലതരുത്. അത്രയും നമ്മൾ സൂക്ഷ്മതയോടെ അത് പാലിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമ്മൾ കാണുന്നുണ്ട് ലൂക്ക 17-ാം അധ്യായം 14 മുതൽ വായിക്കുമ്പോൾ, അതുപോലെ തന്നെ മത്തായി 17-9 മുതൽ വായിക്കുമ്പോൾ ഈ 2 വചനങ്ങൾ ചേർത്ത് വെച്ചാൽ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: പ്രഘോഷിക്കാം, പക്ഷേ പ്രശസ്തി നോക്കരുത്. നിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി നീ ഒന്നും ചെയ്യരുത്. ദൈവം ചെയ്ത കാര്യങ്ങൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, അത് ദൈവമഹത്വത്തിനായിട്ട് പ്രഘോഷിക്കാം. കുഷ്ഠരോഗികളോട് പറഞ്ഞെന്താ? പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുക. അതൊരു പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ആ യേശുവിൻ്റെ രൂപാന്തരീകരണം സംഭവിച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷം 17-9 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈശോ പറഞ്ഞു, ഇത് ആരോടും നിങ്ങൾ പറയരുത്. തൻ്റെ മരണം വരെ ഈ ഒരു കാര്യം പറയരുത്. അങ്ങനെ അത് പറഞ്ഞ് അതിലൂടെ അവനൊരു പ്രശസ്തി ഉണ്ടാകാൻ ഒരിക്കൽ പോലും യേശു ആഗ്രഹിച്ചില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഉന്മത്തരാകാൻ പറ്റും, പക്ഷെ നമ്മൾ സമചിത്തരും ആയിരിക്കണം. ഉന്മത്തരാകാം, എന്നാൽ സമചിത്തരായിരിക്കുക. 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ചിലർ മദ്യം കൊണ്ട് ഉന്മത്തരാകും പോലെയാണ്, പിന്നെ അവർക്ക് ലക്കും ലഗാനമൊന്നുമില്ല, പിന്നെ അവർക്കൊരു ആത്മനിയന്ത്രണം ഇല്ലാത്ത അവസ്ഥ. ഇത് ആത്മീയ കാര്യത്തിലാണേലും വരരുത്. നമുക്ക് ദൈവത്തെ പ്രതി ദൈവത്തിലൂടെ ഉന്മത്തരാകാൻ പറ്റും, ആത്മീയ ഉന്മത്തത കൈവരിക്കാൻ പറ്റും, പക്ഷെ നമ്മളെപ്പോഴും സമചിത്തരായിരിക്കണം. വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പോലും ഈ സമചിത്തത നമുക്ക് വളരെ ആവശ്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. 3-ാമത്തെ കാര്യമാണ്, നമുക്ക് മറ്റുള്ളവരെ തിരുത്താൻ പറ്റും, പക്ഷേ മുറിപ്പെടുത്തരുത് എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മത്തായി 18-15 മുതൽ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ബ്രദർലി കറക്ഷൻ, ഒരു നല്ല രീതിയിൽ കൺസ്ട്രക്റ്റീവായിട്ട് മറ്റുള്ളവരെ തിരുത്താൻ നമുക്ക് സാധിക്കുന്നത്. നീ നിൻ്റെ സഹോദരനും മാത്രമായിരിക്കുമ്പോൾ ആദ്യം പരിശ്രമിക്കുക. നടക്കാതെ വന്ന 2 സാക്ഷികളെ, അതും പറ്റുന്നില്ലെങ്കിൽ സഭയോട് പറയുക, എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ വിജാതീയനായി കാണുക. പക്ഷേ അതിനൊരു പ്രക്രിയയുണ്ട്, ഒരു പ്രോസസ്സുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. നീ എന്നെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ അടുത്താണേലും ഭർത്താവിൻ്റെ അടുത്താണേലും മക്കളുടെ അടുത്താണേലും മറ്റാരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞെന്നാലും അതൊന്നും നോക്കാതെ അവരുടെ മുമ്പിൽ വെച്ച് അവരോട് ഷൗട്ട് ചെയ്യുന്ന അവസ്ഥകൾ, ഒച്ചത്തിൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന അവസ്ഥകൾ, അതല്ല കർത്താവ് നമ്മെ പഠിപ്പിക്കുക. 4-ാമത്തെ കാര്യമാണ്, നമുക്ക് സാമർഥ്യം ആകാം, നല്ലതാണ് സമർത്ഥരാകുന്നത്, പക്ഷെ അത് നീരസം വളർത്തുന്നതാകരുത്. പ്രഭാഷകൻ 21-12 വചനം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മത്തായി 11-12 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ദൈവരാജ്യം ബലപ്രയോഗത്തിലൂടെയാണ് സ്വന്തമാക്കാൻ പറ്റുക, ബലവാന്മാർ അതിൽ പ്രവേശിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സമർത്ഥരാകുന്നത് നല്ലതാണ്. 5-ാമത്തെ കാര്യം, പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവ വേണം, നല്ലതാണ്. പക്ഷെ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മനുഷ്യരെ കാണിച്ച് നമ്മൾ പ്രശസ്തരാകാൻ വേണ്ടി ആകരുത്. മത്തായി 6-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം അതാണ്. 6-ാമത്തെ കാര്യമാണ്, നമ്മൾ സംസാരിക്കേണ്ടടുത്ത്, പക്ഷെ നിശബ്ദരാകേണ്ടടുത്ത് സംസാരിക്കരുത്. സഫാനിയ 1:7, പ്രാർത്ഥനയിൽ നിശബ്ദരായിരിക്കാൻ നമ്മൾ പഠിക്കണം. പ്രഭാഷകൻ 20:6 മുതൽ വായിച്ചാൽ എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദരാകണം, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 7-ാമത്തെ കാര്യമാണ് അടുപ്പം, ഇൻറ്റിമസി, ബന്ധങ്ങൾ ഒക്കെ നല്ലതാണ്, പക്ഷെ അത് അളവ് വിട്ടു പോകരുത്. പ്രഭാഷകൻ 33:30 പറഞ്ഞിട്ടുണ്ട്, ആരോടും അളവ് വിട്ട് അടുക്കരുത് എന്നുള്ള കാര്യം. 8-ാമത്തെ കാര്യമാണ്, നമ്മൾ കരുണ കാട്ടണം, പക്ഷേ നീതി വെടിയാതെ കരുണ കാണിക്കുന്നത് അത് വലിയ ഒരു കാര്യമാണ്. മത്തായി 20:1 മുതൽ വായിക്കുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ കാര്യം, 1 ദിനാറ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് അതവർക്ക് കൊടുത്തു, പക്ഷേ അവസാനം വന്നവർക്ക് കാരുണ്യപൂർവ്വം അവർക്കും 1 ദിനാറ് കൊടുക്കുന്നത് കാണാൻ പറ്റും. 9-ാമത്തേതാണ്, ശുശ്രൂഷ ചെയ്യണം, പക്ഷെ ഒരിക്കലും ശുശ്രൂഷയുടെ പേരിൽ അഹങ്കരിക്കരുത്. 1 കൊരിന്തോസ് 9-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം, പക്ഷേ ഞാൻ അഹങ്കരിക്കുന്നെങ്കിൽ അതെന്നെ നാശത്തിലേക്ക് നയിക്കും. 10-ാമത്തെ കാര്യമാണ്, സമ്പന്നരാകാൻ പറ്റും, നമുക്ക് സമ്പത്ത് സമ്പാദിക്കാം, പക്ഷേ കൽപ്പനകൾ ലംഘിക്കാതെ ആയിരിക്കണം. പ്രഭാഷകൻ 13:24, 29:12 വായിച്ചാൽ ഈ ഒരു കാര്യം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. ഇത് വലിയൊരു കോമ്പിനേഷനാണ്. അത് കിട്ടാൻ നമുക്ക് ആഗ്രഹിച്ച് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ചിലർ കൺഫ്യൂഷൻ മുഖമുദ്രയാക്കിയിരിക്കുന്നവരാണ്. അവരുടെ ആ കൺഫ്യൂഷൻ മാറി വളരെ ബാലൻസ്ഡ് ആയിട്ട് അവർ ചിന്തിക്കുന്നവരായി മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു.
ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.